ചേട്ടാ, ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി ആരെങ്കിലും ഉണ്ട്? ഉണ്ടല്ലോ, എന്റെ അപ്പച്ചൻ. അന്നത്തെ കാലത്തെ അത്രയ്ക്കേ പഠിക്കാൻ പറ്റുള്ളൂ. അയ്യോ, അതല്ല, നിങ്ങളെ മക്കൾ ആരെങ്കിലും പഠിത്തം നിർത്തിയവരുണ്ടോ? എന്റെ 2 മക്കളുണ്ട്. അവർക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ 4 വർഷമായി. അവർക്കൊന്നും പഠിക്കാൻ വയ്യാന്ന്. വേണ്ട, പഠിക്കണ്ട. അവന്മാരുടെ SSLC സർട്ടിഫിക്കറ്റ് 2 വർഷത്തേക്ക് ഇങ്ങോട്ട് തന്നാട്ടെ. ഞാനൊരു 5000 രൂപ അങ്ങോട്ട് തരും. അതുകൊണ്ടെങ്കിലും മക്കളെ കൊണ്ട് ചേട്ടനൊരു പ്രയോജനം ഉണ്ടാവും. കൂടെ പിള്ളേരെ സർട്ടിഫിക്കറ്റ് വിട്ടിട്ടേ എനിക്ക് ചാപ്പാടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, അതങ്ങനല്ല. നിങ്ങളെ മക്കളെ +1 ചേർക്കാൻ പിള്ളേര് സ്കൂളിൽ പോകണ്ടാമേ. സർട്ടിഫിക്കറ്റ് മാത്രം ഇങ്ങോട്ട് തന്നാ മതി. 5000 രൂപ അങ്ങോട്ട് കിട്ടും. യൂണിഫോമിന് പൈസ കൊടുക്കണ്ട, ടെക്സ്റ്റ് ബുക്കിന് പൈസ കൊടുക്കണ്ട, വാർഷിക ഫീസ് കൊടുക്കണ്ട, സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടും. അല്ല, നിങ്ങളാരാ? ഇതെന്താ സംഭവം? സാറേ, ഞങ്ങൾ അടുത്ത സ്കൂളിൽ ഡിവിഷൻ ഫാളാ. ടീച്ചർമാരുടെ പോസ്റ്റ് നിലനിർത്താനുള്ള പെടാപ്പാടാ. ഇറങ്ങിയാ തീരില്ല സാറേ, കഷ്ടമാ സാറേ. അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചതാ. ടീച്ചർമാരുടെ തൊഴിലല്ലേ സാറേ, ഒന്ന് സഹായിക്കണേ സാറേ. ഓക്കെ താണ്ട് 2 എണ്ണം ഉണ്ട്. എന്താണെങ്കിലും കോഴ്സ് ഇരുമ്പോ തിരിച്ചേൽപ്പിക്കണം. ഗുരുശാപം വേണ്ട. ടീച്ചറെ, 5 SSLC സർട്ടിഫിക്കറ്റ് ഉണ്ട്. 5 × 5000 25,000 രൂപ. തോമസേ, ഇത് 4 എണ്ണം ഓക്കെ, ഒന്ന് ഫെയിൽഡ് ആണല്ലോ. 5000 ഇങ്ങ് തിരിച്ചതാ. എന്നാ വർത്തമാനാ ടീച്ചറെ? SSLC സർട്ടിഫിക്കറ്റ് വേണമെന്നല്ല ടീച്ചർ പറഞ്ഞോളൂ. തോറ്റതാണോ ജയിച്ചാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? എന്റെ പൊന്നു തോമാച്ച, 10 ജയിച്ചവർക്കല്ലേ +1 അഡ്മിഷൻ കൊടുക്കാൻ പറ്റൂ. ഇതൊക്കെ ആദ്യമേ പഠിപ്പിച്ച് വിടണ്ടേ ടീച്ചറെ? എന്തായാലും എനിക്ക് നഷ്ടം സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് പൈസ കിട്ടി പറ്റത്തുള്ളൂ. എത്ര നാളാ ടീച്ചറെ ഇങ്ങനെ പിള്ളേരില്ലാതെ പോസ്റ്റ് നിലനിർത്തി ശമ്പളം മേടിക്കുന്നേ? എന്ത് ചെയ്യാനാ? 50 ലക്ഷം കൊടുത്താ ജോലിക്ക് കയറിയത്. ഗതികേട്, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ശരിയാവും ടീച്ചറെ. ടീച്ചറിന് കുട്ടികൾ ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കും. അച്ഛാ, എനിക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കണ്ട. ഓൾറെഡി എനിക്ക് 2 കുട്ടികളുണ്ട്. എന്റെ ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചാ മതി. ടീച്ചർക്ക് വേണ്ട, നാട്ടുകാർക്ക് പിള്ളേരുണ്ടാവട്ടെ. അപ്പൊ ടീച്ചറെ ക്ലാസ് നിറയുമല്ലോ.